ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് റിവിഷൻ ക്ലാസ് ആണ്. മൈക്കോളജി എന്ന മൊഡ്യൂളിലെ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫംഗൈ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ, ക്ലാസ്സുകളായ മിക്സോ മൈക്കോട്ട, മാസ്റ്റികം മൈക്കോട്ട, സൈഗോ മൈക്കോട്ട തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ദ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ഫംഗൈ, ഫംഗസുകളുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്താണ്? ഓപ്ഷൻ നോക്കുക. സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്ലൈക്കോജൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗ്ലൈക്കോജൻ ആണ് ആൻസർ. റൂട്ട് റോട്ട് ഓഫ് കാർഡമം ഈസ് കോസ്ഡ് ബൈ. ഇത് പത്തോളജിയിലെ ടോപ്പിക് ആണ്. ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ ഫംഗസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിലൂടെ ഉൾപ്പെടുത്തിയതാണ്. പത്തോളജി ടോപ്പിക്കിലാണ് ഇത് വരുന്നത്. കാർഡമം, ഏലത്തിലെ റൂട്ട് റോട്ടിന് കാരണമായ പോസിറ്റീവ് ഓർഗൻസ് ഒരു ഫംഗസ് ആണ്. ഫംഗസ് ഫൈറ്റോപ്തെറ പാർമിവോറയാണ്. ഫൈറ്റോപ്തെറ പാർമിവോറയാണ് കാർഡമത്തിൽ ഫ്രൂട്ട് റോട്ട് ഡിസീസിന് കാരണം. നെയിം ദ ഫംഗസ് യൂസ്ഡ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഇത് എക്കണോമിക് ഇമ്പോർട്ടൻസിൽ വരുന്ന ഭാഗമാണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗസ് ട്രൈക്കോഡെർമയാണ്. ട്രൈക്കോഡെർമ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രൈക്കോഡെർമയുടെ പ്രത്യേകത അതിൽ നിന്നാണ് സൈക്ലോസ്പോറിൻ എടുക്കുന്നത്. അപ്പൊ ആ സൈക്ലോസ്പോറിന്റെ സോഴ്സ് ട്രൈക്കോഡെർമയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെയിം ദ ടൈപ്സ് ഓഫ് അസോസിയേഷൻ ദ ജീനസ് ഗ്ലോമസ് എക്സിബിറ്റ് ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സുമായിട്ട് ഗ്ലോമസ് എന്ന ഫംഗസുമായിട്ടുള്ള ഇന്ററാക്ഷന് എന്ത് പേര് പറയാം? ആ അസോസിയേഷൻ എന്ത് പേര് പറയാം? ഇപ്പൊ രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിംബയോസിസ് എന്ന് പറയാം. എന്താ പറയാം? സിംബയോസിസ്. ദ നമ്പർ ഓഫ് അസ്കോസ്പോർസ് ഫൗണ്ട് ഇൻ അസ്കസ്. ഒരു അസ്കസിനുള്ളിൽ എത്ര അസ്കോസ്പോർ ആണ് ജനറലി ഉണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. ആൻസർ 8 ആണ്. ഫംഗസ് യൂസ്ഡ് ഇൻ ബേക്കിംഗ് ആൻഡ് ബ്രൂയിങ് ഇൻഡസ്ട്രി. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് ഈസ്റ്റ്. ഈസ്റ്റിന്റെ ജീനസ് ഏതാണ്? സക്കാരോ മൈസസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫംഗൈ വിച്ച് ലീവ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ജീവിക്കുന്ന ഫംഗസുകളെ എന്ത് പേര് പറയാം? ഡെഡ് ഓർഗാനിക് മാറ്ററിൽ ജീവിക്കുന്ന ഒരു സാപ്രോഫൈറ്റ് ആണ് നമുക്കറിയാം. ഇവിടെ സാപ്രോഫൈറ്റ് എന്ന് മാത്രം ഇവർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ ഫാക്കൽറ്റേറ്റീവും ഒബ്ലിഗേറ്റ് എന്ന ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ട്രിക്ട്ലി സാപ്രോഫൈറ്റ്. സ്ട്രിക്ട്ലി എന്ന വാക്കിന് കൂടുതലും യോജിക്കുന്ന ടേമാണ് ഒബ്ലിഗേറ്റ്. ഒബ്ലിഗേറ്റ് എന്ന് വെച്ചാൽ സ്ട്രിക്ട്ലി സാപ്രോഫ്. അവർക്ക് സാപ്രോഫൈറ്റ് മാത്രമേ ജീവിക്കാൻ കഴിയൂ. അപ്പൊ ആൻസർ ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. എ ഫംഗൽ ടോക്സിൻ. തന്നിരിക്കുന്നതിൽ ഫംഗസിന്റെ ടോക്സിൻ, ഫംഗസിന് കാണപ്പെടുന്ന ടോക്സിൻ ഏതെന്ന് വെച്ചാൽ അത് എർഗോട്ടാമിൻ ആണ്. എർഗോട്ടാമിൻ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ഇത് സാധാരണ എർഗോട്ട് ഫംഗസുകളിൽ നിന്നാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ക്ലാവിസസ്, പർപ്യൂരിയ തുടങ്ങിയ എർഗോട്ട് ഫംഗസുകളിൽ നിന്നാണ് ഇത്തരം ടോക്സിൻസ് എടുക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ട്രക്ചർ ഇൻ ലൈക്കൻ. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആയിരിക്കും. എങ്കിലും ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോത്തീസിയം, സോറീഡിയ, ഗൊണീഡിയ, കൊണീഡിയ. അപ്പൊ സോറീഡിയ ആണ് ആൻസർ. ലൈക്കൻസിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിരിക്കും. In 1979, Alexopoulos and Mims placed the fungus and slimodes under the kingdom. ഏത് കിങ്ഡത്തിലാണ് അലക്സോപൗലോസും മിംസും ഫംഗസുകളെയും സ്ലൈമോഡ്സിനെയും ഉൾപ്പെടുത്തിയിരുന്നത്? പ്ലാന്റ്, പ്രോട്ടിസ്റ്റ, മൈസെറ്റ്, യൂക്ക് മൈക്കോട്ട. നമുക്കറിയാം അലക്സോപൗലോസ് ആണെങ്കിൽ മൈസെറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. Which division of fungi, according to Alexopoulos and Mims, lacks centrioles, has motile cells, reproduction by conidia or sexual spore? സെൻട്രിയോൾസ് ആബ്സെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വരുന്ന ഡിവിഷൻ, സബ് ഡിവിഷൻ എന്ന് പറയുന്നത് അമാസ്റ്റിഗോ മൈക്കോട്ടയാണ്. അമാസ്റ്റിഗോ മൈക്കോട്ടയാണ് സെൻട്രിയോൾസ് ആബ്സെന്റ് ആയിട്ട് വരുന്നത്. അതിനകത്താണ് സൈഗോ മൈക്കോട്ടിന്, അസ്കോ മൈക്കോട്ടിന് തുടങ്ങിയതെല്ലാം വരുന്നത്. വിച്ച് ക്ലാസ് ഓഫ് ഫംഗൈ പോസസസ് motile cells with a single posterior whiplash flagellum? ഒറ്റ ഫ്ലജെല്ലം. അത് പോസ്റ്റീരിയർ ടൈപ്പ് വിപ്ലാഷ് ആണെങ്കിൽ അത് കാണപ്പെടുന്നത് കൈട്രിഡിയോ മൈസസിലാണ്. കൈട്രിഡിയോ മൈസസിലാണ്. അക്കോർഡിംഗ് ടു അലക്സോപൗലോസ് ആൻഡ് മിംസ്, ഊമൈസസ് ബിലോങ്സ് ടു വിച്ച് സബ് ഡിവിഷൻ? അലക്സോപൗലോസിന്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഊമൈസസ് ഏത് സബ് ഡിവിഷനിൽ വരുന്നതാണ്? സബ് ഡിവിഷൻ ഡിപ്ലോ മാസ്റ്റിഗോ മൈക്കോട്ടി. The imperfect fungi or Deuteromycetes are treated by Alexopoulos and Mims. അലക്സോപൗലോസിന്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഡിറ്ററോമൈസസ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗസുകളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ഫോം ക്ലാസ് ആയിട്ടാണ്. ഒരു ഫോം ക്ലാസ്. വിച്ച് ഡിവിഷൻ ഇൻക്ലൂഡ്സ് ഫാഗോട്രോപിക് ഓർഗാനിസം വിത്തൗട്ട് സെൽ വാൾ? അതായത് സെൽ വാളുകൾ ഇല്ലാത്ത സ്ലൈമോൾസ്, ഫാഗോട്രോപിക് ന്യൂട്രീഷൻ കാണിക്കുന്നവർ ഏത് ഡിവിഷൻ ഉൾപ്പെടുന്നു? ഡിവിഷൻ ജിംനോ മൈക്കോട്ട. What is the primary base for separating gymnomycota, mastigum mycota and amastigum mycota? അതായത് അലക്സോപൗലോസിന്റെ ക്ലാസിഫിക്കേഷനിൽ ജിംനോമൈക്കോട്ട, മാസ്റ്റിഗോ മൈക്കോട്ട, അമാസ്റ്റിഗം മൈക്കോട്ട തുടങ്ങിയ വേർതിരിക്കാനുള്ള ബേസിസ് എന്തായിരുന്നു? പ്രസൻസ്
ആൻഡ് ടൈപ്പ് ഓഫ് ഫ്ലജല്ല. അതാണ് ആൻസർ. വിച്ച് ക്ലാസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിംഗ് മോട്ടൈൽ സെൽസ് വിത്ത് 1 ടിൻസൽ ആൻഡ് 1 വിപ്ലാഷ് ഫ്ലജല്ലം? ഇത് ഏത് ക്ലാസ്സിലാണ് 2 ടൈപ്പ് ഫ്ലജല്ലം കാണപ്പെടുന്നത്? വിപ്ലാഷും ടിൻസലും കാണപ്പെടുന്ന ഫ്ലജല്ലം ഉള്ളവർ ഏത് ക്ലാസ്സിലാണ്? കൈറ്റിഡൊമൈസിസിലല്ല, സൈഗോമൈസിസും അല്ല, മിക്സോമൈസിസ് അല്ല. കാരണം ഊമൈസിസിലാണ് ബൈഫ്ലജല്ലേറ്റ് സൂസ്പോറുകൾ കാണപ്പെടുന്നത്. According to Ainsworth and Bibsy classification, the kingdom Mycota is divided into 2 main divisions. Ainsworthന്റെ ബിബ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണെങ്കിൽ കിങ്ഡം മൈക്കോട്ട നമുക്ക് രണ്ടായിട്ട് തിരിക്കും. 2 മെയിൻ ഡിവിഷൻ ആണ്. അത് ഏതൊക്കെയാണ് നമുക്കറിയാം. മിക്സോ മൈക്കോട്ട ആൻഡ് യു മൈക്കോട്ട. Which class includes fungi that form a net-like plasmodium? നെറ്റ് സ്ലൈമോഡ്സ് അല്ലെങ്കിൽ നെറ്റ്-like plasmodium കാണപ്പെടുന്ന ഗ്രൂപ്പ് ഹൈഡ്രോമിക്സോമൈസസ് ആണ്. അത് എയിംസ്വർത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ ക്ലാസ്സിൽ നോക്കുക, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Which class of Mastigomycotina has a single tinsel flagellum? സിംഗിൾ ടിൻസൽ ഫ്ലജല്ലം ഉള്ളത് ഏത് മാസ്റ്റിഗോമൈക്കോട്ടിന്റെ ക്ലാസ്സിലാണ്? ഹൈപ്പോകൈറ്റിഡിയോമൈസസിലാണ്. ഫംഗൽ സെൽ വാൾ ഈസ് കെമിക്കലി കമ്പോസ്ഡ്. ഫംഗസിന്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിനും ഗ്ലൂക്കൻസും കൊണ്ടാണ്. ഹെട്രോതാലിസം വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ, ആദ്യമായിട്ട് കണ്ടെത്തിയത് ബ്ലാക്സ്ലി എന്ന സയന്റിസ്റ്റ് ആണ്. Which of the following is an example of an aseptate cenocyte fungus? തന്നിരിക്കുന്നതിൽ കാണാൻ പറയും സൈഗോമൈസസിൽ വരുന്ന റൈസോപ്പസ്. The process of parasexuality was first discovered in, ആദ്യമായിട്ട് പാരാസെക്ഷുവാലിറ്റി ഡിസ്കവർ ചെയ്തത് ആസ്പെർജില്ലസ് നിഡുലൻസ് ആണ്. അതായത് എമേറിസെല്ല നുഡുലൻസിന്റെ ഇംപെർഫെക്റ്റ് സ്റ്റേജിലാണ് ആദ്യമായിട്ട് കാണുന്നത്. Which of the following is not a sexual spore in fungus? ഇതിൽ തന്നിരിക്കുന്നതിൽ സെക്ഷൽ സ്പോർ അല്ലാത്ത ഏതാണ്? ഓസ്പോർ, അസ്കോസ്പോർ, ബെസിഡിയോസ്പോർ, കൊണീഡിയ. കൊണീഡിയ ആണ് ആൻസർ, കാരണം അതൊരു അസെക്ഷൽ സ്പോർ. The Dicarion phase N+N is the characteristic feature of. ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ നോക്കുക. ഡൈക്കേരിയൻ സ്റ്റേജ് 2 ഗ്രൂപ്പിൽ കാണാൻ കഴിയും, അസ്കോമൈസിലും ബെസിഡിയോമൈസിലും കാണാൻ കഴിയും. ഇതിനകത്ത് അസ്കോമൈസ് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ബെസിഡിയോമൈസ് ആൻസർ. ഇനി അഥവാ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ 2 ഓപ്ഷൻ ഉള്ള വേറൊരു ഓപ്ഷൻ കാണും, അപ്പൊ അതും കൂടെ നോക്കിയിട്ട് എഴുതണം. അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് വേണം എഴുതാൻ. ദ വെജിറ്റേറ്റീവ് ബോഡി ഓഫ് ഫംഗസ് ഈസ് നോൺ ആസ്, ഫംഗസിന്റെ ബോഡിയെ മൈസീലിയം എന്നും അതിന്റെ യൂണിറ്റ്സ് ഹൈഫ് എന്ന് പറയും. ഇതൊരു താലസ് ആണ്, അൺഡെഫിനിഷ്യഡ് ബോഡി എന്ന് അറിയും. അപ്പൊ 3 ഓപ്ഷനിലുണ്ട്, താലസ് ഉണ്ട്, ഹൈഫ ഉണ്ട്, മൈസീലിയം ഉണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കുന്നത് ബോത്ത് ബി ആൻഡ് സി, താലസും മൈസീലിയം കൂടെ ചേർത്താണ് പറഞ്ഞത്. അപ്പൊ ആൻസർ അതായിരിക്കും. If the entire thallus of fungus is converted into reproductive structure is termed as, entire body തന്നെ reproductive structure മാറുന്നതിന് നമ്മൾ എന്ത് പറയും? ഹോളോകാർപ്പി. The specialized intracellular hyphal tips that absorb nutrients directly from the host cells are called ഹോസ്റ്റോറിയ ആണ് ആൻസർ. ഹോസ്റ്റോറിയം അപ്രസോറിയം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്രസോറിയും ഹോസ്റ്റോറിയും വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. ഇവിടെ ഹോസ്റ്റോറിയ ആണ് ആൻസർ. Septate mycelium with multinucleate compartments is characterized of. മൾട്ടിന്യൂക്ലിയറ്റ് കമ്പാർട്ട്മെന്റ്സ് ഉള്ള സെപ്റ്റേറ്റ് മൈസീലിയം ഏതിന്റെ പ്രത്യേകതയാണ്? അത് ബെസിഡിയോമൈസിന്റെ പ്രത്യേകതയാണ്. The resting hard dormant vegetative structure of mycelium is called. മൈസീലിയത്തിൽ കാണപ്പെടുന്ന ഡോർമന്റ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള റെസ്റ്റിംഗ് സ്റ്റേജുകളെ സ്ക്ലീറോഷ്യം എന്നാണ് അറിയപ്പെടുന്നത്. A fungus with a septate branched mycelium that reproduces only by conidia. ഏത് ഫംഗസുകളാണ് അവരുടെ റീപ്രൊഡക്ഷൻ കൊണീഡിയ കൊണ്ട് മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് സെക്ഷൽ ഇല്ല, അസെക്ഷൽ ഉള്ളതെങ്കിൽ തന്നെ അത് കൊണീഡിയ മാത്രമെന്ന് എടുത്തു പറയുമ്പോൾ അത് ഡിറ്ററോമൈസസ് ആയിരിക്കും. ഓമൈസസ് ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ട്രൂ ഫംഗൈ ബിക്കോസ് their cell walls contain. ഓമൈസസിനെ സാധാരണ ഫംഗസുകൾ വ്യത്യാസം കാണിക്കുന്ന സെൽ വാളിൽ കൈറ്റിൻ ആബ്സെന്റ് ആണ്, പകരം സെല്ലുലോസ് ആണ് ഉള്ളത്. The outermost layer of fungal cell wall is usually composed of. ഫംഗൽ സെൽ വാൾ യൂഷ്വലി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഔട്ടർ ലെയർ ആണ്. ഔട്ടർ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് മാനോ പ്രോട്ടീൻസും ഗ്ലൂക്കൻസും കൊണ്ടാണെങ്കിലും മെയിൻ ആയിട്ട് അതിനകത്ത് മാനോ പ്രോട്ടീൻസ് ആണ്. വിച്ച് സ്റ്റിറോൾ ഈസ് ഫൗണ്ട് ഇൻ ദ സെൽ മെംബ്രെയിൻ ഓഫ് ഫംഗൈ ഇൻസ്റ്റെഡ് ഓഫ് കൊളസ്ട്രോൾ? കൊളസ്ട്രോളിന് പകരമായിട്ട് ഫംഗസിൽ കാണപ്പെടുന്ന സ്റ്റിറോൾ ഏതെന്ന് വെച്ചാൽ അത് എർഗോസ്റ്റിറോൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഹെറ്ററോതാലിസം? ഹെറ്ററോതാലിസിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂറോസ്പോറ ക്രാസയാണ്. ഇൻ ടെട്രാപോളാർ ഹെറ്ററോതാലിസം ഹൗ മെനി ലോക്കൈ ഡിറ്റർമിൻ മേറ്റിംഗ് കോമ്പാറ്റിബിലിറ്റി? മേറ്റിംഗ് കോമ്പാറ്റിബിലിറ്റി കാണിക്കുന്നത് ഹെറ്ററോതാലിസത്തിൽ, അത് ടെട്രാപോളാർ ഹെറ്ററോതാലിസിൽ എത്ര ലോക്കസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു? രണ്ട് ലോക്കസുകളാണ്, എ ആൻഡ് ബി ലോക്കസ്. A heterothallic fungus that produces spores which act as homothallic is called. ഹെറ്ററോതാലിക് ഫംഗസുകൾ ഹോമോതാലിക് ആക്ട് ചെയ്യുന്ന
സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് പേര് പറയും? ഇത് സിലബസിൽ ഉള്ളതല്ല എങ്കിലും ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഉൾപ്പെടുത്തതാണ്. ഹെട്രോതാലിക് ഫംഗസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോമോതാലിക് സ്പോറുകളെ സെക്കൻഡറി ഹോമോതാലിക് അഥവാ സ്യൂഡോ ഹോമോതാലിക് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ മേജർ ഫങ്ഷണൽ അഡ്വാൻറ്റേജ് ഓഫ് ഹെട്രോതാലിസം? ഹെട്രോതാലിസത്തിന്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പ്രൊമോഷൻ ഓഫ് ഔട്ട് ബ്രീഡിംഗ്. വിച്ച് ഓർഗാനിസം ഇസ് നോൺ ടു എക്സിബിറ്റ് സ്യൂഡോ ഹോമോതാലിസം? ഏത് ഓർഗാനിസമാണ് സ്യൂഡോ ഹോമോതാലിസം കാണിക്കുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞ ഹെട്രോതാലിക് ഫംഗസ് ആയ ന്യൂറോസ്പോറ ട്രെട്രാസ്പെർമയാണ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, കോപ്രിനസ് എഫീമെറസ്. ഈ രണ്ട് ഫംഗസുകളും ഹെട്രോതാലിക് ഫംഗസുകളാണെങ്കിലും അവര് സ്യൂഡോ ഹോമോതാലിസം എക്സിബിറ്റ് ചെയ്യുന്നവരാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോതാലിക് ബെസിഡിയോമൈസിസ്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹെട്രോതാലിക് ആയിട്ടുള്ള ബെസിഡിയോമൈസിസ്? ആൻസർ അസ്റ്റിലാഗോ മെയ്ഡിസ. ഹു ഫസ്റ്റ് ഡിസ്കവേർഡ് ദ പാരാസെക്ഷൽ സൈക്കിൾ ഇൻ ഫംഗസ്? ഫംഗസുകളിലെ പാരാസെക്ഷൽ സൈക്കിൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് പോണ്ടെ കോർവോ ആൻഡ് പോപ്പർ ആണ്. The parasexual cycle is defined as the process where genetic recombination occurs through. അതായത് പാരാസെക്ഷൽ സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അവിടെ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? മൈറ്റോട്ടിക് ക്രോസിംഗിലൂടെയും ഹാപ്ലോഡൈസേഷനിലൂടെയാണ്. Which of the following is not a step in the parasexual cycle? നമ്മൾ പാരാസെക്ഷൽ സൈക്കിളിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരാത്തത് ഏതാണെന്ന് നോക്കാം. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്, ഹാപ്ലോഡൈസേഷൻ. ഇതിനകത്ത് മിയോസ് വരുന്നില്ല. നോർമൽ മിയോസ് അവിടെ നടക്കുന്നില്ല. ഒക്കേഷണൽ മൈറ്റോസ് ആണ് നടക്കുന്നത്. അപ്പൊ മിയോസ് അതിന്റെ ആൻസർ അല്ല. അപ്പൊ ആൻസർ മിയോസ്. ഹെറ്ററോകാരിയോകൈനസിസ് ഇൻ ദ പാരാസെക്ഷൽ സൈക്കിൾ അറൈസസ് ത്രൂ. പാരാസെക്ഷൽ സൈക്കിളിൽ ഹെറ്ററോകാരിയോകൈനസിസ് അറൈസ് ചെയ്യുന്നത് മ്യൂട്ടേഷൻ വഴിയാണോ, അനാസ്റ്റോമോസിസ് വഴിയാണോ, അല്ലെങ്കിൽ മൈറ്റോസ് വഴിയാണോ? അപ്പൊ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. മ്യൂട്ടേഷൻ വഴിയും അനാസ്റ്റോമോസിസ് വഴിയാണ്. Parasexuality allows fungi that lack a true sexual cycle too. പാരാസെക്ഷുവാലിറ്റിയിലെ ഒരു ട്രൂ സെക്ഷൽ സൈക്കിൾ ആബ്സെന്റ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അത് എന്തിന് വഴിതെളിക്കുന്നു? റീകോമ്പിൻ their genome and produce new genotype. Which of the following is commonly called as true slimos? ഇതിൽ ഏതാണ് ട്രൂ സ്ലൈമോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? മിക്സോമൈസസ് ആണ് ട്രൂ സ്ലൈമോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. The vegetative phase of Myxomycota is a multinucleate motile naked mass of protoplasm is called നമുക്കറിയാം plasmodium. The mode of nutrition in Myxomycota നമുക്കറിയാം, ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതുക, ഫാഗോട്രോഫിക് ആണ്. Which type of flagella is found in the motile cells of Myxomyces? മിക്സോമൈസസിന്റെ motile cells ആയി സൂസ്പോറിൽ കാണപ്പെടുന്ന ഫ്ലജല്ല ഏതാണ്? അത് വിപ്ലാഷ് ടൈപ്പ് ആയിരിക്കും. The resting spore of Plasmodiflora of Brassicae, that is a member of Plasmodiphoromyces, is Plasmodiphoromyces വരുന്ന Plasmodiflora brassicae എന്ന മെമ്പറിന്റെ റെസ്റ്റിംഗ് സ്പോറുകളുടെ പ്രത്യേകത യൂണിന്യൂക്ലിയേറ്റ് ആൻഡ് സ്പൈനി. The clubroot disease of cabbage is caused by the member of which class? clubroot disease ഉണ്ടാക്കുന്നത് ഏത് ഫംഗസ് എന്ന് ആദ്യം ഓർത്തിരിക്കുക. അത് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് Plasmodiphoromyces ആണ്. അതിൽ Plasmodiphora ബ്രാസിക്കയാണ് അസുഖത്തിന് കാരണം. അത് വരുന്ന ഗ്രൂപ്പ് Plasmodiphoromyces ആണ്. Which of the following is the type of fructification or fruiting body found in Myxomyces? മിക്സോമൈസിൽ കാണുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് ഏതൊക്കെയാണ്? സ്പൊറാഞ്ചിയം ആണോ, പ്ലാസ്മോഡികാർപ്പ് ആണോ, അതോ ഏത്താലിയം ആണോ, അതോ ഇതെല്ലാമാണോ? All of the above ആണ് ആൻസർ. The fusion of two gametes or plasmogamy in Myxomyces result in a രണ്ട് ഗ്യാമറ്റുകൾ മിക്സോമൈസിൽ യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഡിപ്ലോയിഡ് പ്ലാസ്മോഡിയം ഉണ്ടാകും. വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഇൻ മിക്സോമൈസിസ്? ഞാൻ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫൈസാരത്തിന്റെ ലൈഫ് സൈക്കിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതൊന്ന് ഓർത്ത് നോക്കുക. അതിൽ കണ്ട സ്റ്റേജിൽ സ്പോറിൽ നിന്നും മിക്സമീബ അല്ലെങ്കിൽ സോം സെൽസ് ഉണ്ടാകുന്നു. അത് ഫ്യൂസിസ് ആയിക്കോട്ട്, അതിൽ നിന്ന് പ്ലാസ്മോഡിയം, പിന്നെ അതിന് സ്പൊറാഞ്ചിയം, സ്പോർ ഉണ്ടാകും. ആൻസർ എ ആണ് ആൻസർ. Myxomyces fungi are also known as. Myxomyces ഫംഗസുകളെ വേറെ ഏത് പേരിൽ അറിയപ്പെടും? സ്ലൈം മൗസ് എന്ന പേരാണ് അറിയപ്പെടുന്നത്. The capillitium in Myxomyces consists of sterile thread-like structures ആണ്. ഞാൻ പഠിപ്പിച്ച ചിത്രം വെച്ചാണ് പഠിപ്പിച്ചത്, ഒന്ന് ഓർത്തു. Which of the following is responsible for the dispersal of spores in Myxomyces? ഏതായിരിക്കും സ്പോർസിന്റെ ഡിസ്പെൻസ് സഹായിക്കുന്ന sterile hairless structure capillitium? In which of the following orders in the capillitium absent or represented by pseudocapillitium? Capillitium absent അല്ലെങ്കിൽ pseudocapillitium കാണപ്പെടുന്ന ഓർഡറുകൾ മിക്സോമൈസിൽ കാണുന്ന ഓർഡറുകൾ ഏതൊക്കെയാണ്?
അതിനകത്ത് ഓർത്തിട്ട് നമുക്ക് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ലൈസെയിൽസ് ആണ്, ലൈസെയിൽസിലാണ് ശരിക്കും സ്യൂഡോ ക്യാപിലിറ്റിയെ കാണപ്പെടുന്നത്. Capital threads that are tubular, branched and often covered with calcareous granules belong to the order. വരുന്ന ഓർഡർ ഏതായിരിക്കും? Physareates. Elaters are specialized type of capillitium found in which of the following? അത് ഓർത്തിരിക്കുക. ഇലാറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബ്രയോഫൈറ്റിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലുള്ള ഇലാറ്റേഴ്സ് ലൈഫ് സ്ട്രക്ചറിൽ കാണപ്പെടുന്ന ക്യാപിലിറ്റിയം സ്ട്രക്ചറിൽ കാണപ്പെടുന്നത് അത് ആക്സൈറിയ എന്ന സ്പീഷീസിലാണ് ഓർക്കുന്നത്. Which order is characterized by a central dark persistent columella from which the capillitium branches? Capillitium branch ഉണ്ടാകുന്ന columella അതൊരു persistent dark central ഷേപ്പിൽ കാണപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് വെച്ചാൽ സ്റ്റിമോണിറ്റേൽസ് എന്ന ഓർഡറിലാണ് വരുന്നത്. Capillitium with the prominent spiral thickening is characteristic feature of prominent spiral thickening ആയിട്ട് capillitium കാണപ്പെടുന്നത് ട്രൈക്കേൽസ് ഓർഡറിന്റെ പ്രത്യേകതയാണ്. The calcareous nature of capillitium in Physareals is due to the presence of calcium carbonate. In Stimonitis, the capillitium branches out from the columella. നേരത്തെ പറഞ്ഞതാണ് columella ആണ് ഉണ്ടാവുന്നത്. In Myxomycetes, the large compound cushion-shaped fruiting body formed the fusion of several plasmodium is called as the picture വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Answer Aethalium. Which of the following is the classic example of slime modes produce a large or white, yellowish, brown ethalium? നമുക്കറിയാം അതിന് എക്സാമ്പിൾ രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ലൈക്കോകാലയും അതുപോലെ ഫുലുഗോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഓപ്ഷൻ ഉള്ളത് ഫുലുഗോ സെപ്റ്റിക്കയാണ്. അപ്പൊ ആ ഓപ്ഷൻ നോക്കി എഴുതുക. ഫുലുഗോ സെപ്റ്റിക്കയിലാണ് സാധാരണ ഏത്താലിയം കാണപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ഏത്താലിയം കാണപ്പെടുന്ന സ്പീഷീസ് ആണ് ലൈക്കോകാല കേട്ടോ. ഏത്താലി ആർ ഫൗണ്ട് ബൈ ദ അഗ്രഗേഷൻ ഓഫ് മൾട്ടിപ്പിൾ പ്ലാസ്മോഡിയം. ഒരുപാട് പ്ലാസ്മോഡിയം അഗ്രഗേറ്റ് ആണ് ഏത്താലി ഉണ്ടാകുന്നത്. എ പ്ലാസ്മോഡിയോ കാർപ്പ് ഈസ് ഫൗണ്ട് ബൈ ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് പ്ലാസ്മോഡിയം ഇൻടു ഫ്രൂട്ട്. Which of the following is a key distinguishable feature of plasmodiocarp compared to other Myxomycetes fruit bodies? സാധാരണ മിക്സോമൈസിലെ ഫ്രൂട്ടിംഗ് ബോഡീസ് കമ്പയർ ചെയ്യുമ്പോൾ പ്ലാസ്മോഡിയോകാർപ്പിന്റെ കാണപ്പെടുന്ന പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് റീറ്റെയിൻ ദ ഷേപ്പ് ഓഫ് പ്ലാസ്മോഡിയൽ വെയിൻസ്. ആ വെയിൻസ് ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നേടും. The slime molds Physarum is well known example for which group? Physarum ഏത് ഗ്രൂപ്പിന്റെ typical example ആണ്? Myxomycetes. The classification of Myxomycota is primarily based on Myxomycota classification എന്തിന്റെ ബേസിൽ എന്ന് വെച്ചാൽ അത് ഫ്രൂട്ടിംഗ് ബോഡിയുടെ ബേസിലാണ്. പ്ലാസ്മോഡിയോകാർപ്പും സ്പൊറാഞ്ചും ഏത്താലിയത്തിന്റെ ബേസിലാണ്. Synchytrium endobioticum causing black bud disease in potato belongs to the class. Synchytrium endobioticum black bud disease of potato കാരണമാകുന്നത് അത് വരുന്ന ഗ്രൂപ്പാണ് Chytridiomycetes. Sexual reproduction in Sphaerolegina, the class of oomycetes, involves the formation of a resting spore called Sphaerolegina ൽ കാണപ്പെടുന്ന റെസ്റ്റിംഗ് സ്പോറുകൾക്ക് എന്ത് പേര് പറയും? അത് വരുന്ന ഗ്രൂപ്പ് ഊമൈസസ് ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട ഊപ്പ് സ്പോർ ആയിരിക്കും. Phytophthora infestans, the casual agent of blight of potato exhibits. Phytophthora infestans feature നമ്മൾ സിനോസൈറ്റിക് അസെപ്റ്റിക് മൈസീലിയം ആണ്. അപ്പം അതാണ് ആൻസർ. The fertilization tube in the asexual reproduction is a characteristic feature of which fungus? Fertilization tube കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓർക്കുക. ആ ഗ്രൂപ്പിലെ ഉള്ള എക്സാമ്പിൾ ഉണ്ടോ നോക്കുക. ഇതിനകത്ത് പിത്തിയം കിടക്കുന്നു. പിത്തിയം ഗ്രൂപ്പ് വരുന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത നമുക്കറിയാം. ഫെർട്ടിലൈസേഷൻ ട്യൂബിലൂടെയാണ് അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ പിത്തിയം അഫാനിഡെർമേറ്റം ആണ് ആൻസർ. Which of the following Masticomycotina members causing damping of vegetable seedling? Vegetable seedling damping of ഡിസീസിന് കാരണമാവുന്ന Masticomycotina മെമ്പർ ഏതാണ്? ഇതിനകത്തുള്ള ആൻസർ പിത്തിയം. പിത്തിയം അഫാനിഡെർമേറ്റം. Diplanetism, the production of two types of zoospores like primary and secondary is exhibited by നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു Sphaerolegina ആണ് ആൻസർ. Albugo candida is an dash parasite response for white rust of crucifers. അതൊരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ്. Plasmodiphoromyces are commonly known as endoparasitic slivos. Plasmodiphora brassica causes നേരത്തെ പറഞ്ഞായിരുന്നു club root of crucifers അല്ലെങ്കിൽ finger and toe ഡിസീസിന്റെ പേര് അറിയുന്നത്. Plasmodiphoromycetes, the sexual reproduction is known as hologamous. Hypocytidiomycetes are differentiated from oomycetes primarily by the nature of their zoospore flagella.
Which type of flagella is present in hypocytidiomyces? ഹൈപ്പോകൈറ്റിഡിയോമൈസിന്റെ ഫ്ലജല്ലയുടെ പ്രത്യേകത ഊമൈസിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കാണപ്പെടുന്ന ഫ്ലജല്ലയുടെ പ്രത്യേകത on anteriorly directed tinsel type flagellമായി കാണപ്പെടുന്നു. Which of the following is the characteristic feature of the class hypocytidiomyces? Cenocytic or aseptate thallus. Which of the following is representative genus of the class hypocytidiomyces? Hypocytidiomyces represent genus എന്നുള്ളത് Rhizidiomyces. Mastigomycota class known for possessing heterocone zoospore. One whiplash and one tinsel type is. അതായത് ഏത് ഗ്രൂപ്പ് മാസ്റ്റിഗോമൈക്കോട്ടയിലാണ് രണ്ട് ടൈപ്പ് സൂസ്പോറുകളും ഫ്ലജലുള്ള സൂസ്പോറുകൾ കാണപ്പെടുന്നത്, അതായത് ഹെറ്ററോകോൺ സൂസ്പോറുകൾ കാണപ്പെടുന്നത്. ഊമൈസിന്റെ പ്രത്യേകത ഹൈപ്പോകൈറ്റിഡിയോമൈസിസ് ആർ predominantly aquatic parasite and saprophite. Which organism causes white rust of crucifers? Albugo candida. The mycelium found in the class Zygomyces is best described as cenocytic and aseptate. പല ക്യാരക്ടേഴ്സ് നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് പറയാൻ പറ്റും. കാരണം പൊതുവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും സീനോസൈറ്റിക്, അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രൂപ്പിലുണ്ടെന്ന് ആദ്യം അറിഞ്ഞിരിക്കും. അപ്പൊ അത് ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തരും. Which of the following is the common representatives of Zygomyces, often referred to as black blood mold? Black blood mold എന്നറിയപ്പെടുന്ന Zygomyces എന്ന് പറഞ്ഞത് നമുക്കറിയാം Rhizopus stolonifera. Asexual reproduction in Zygomyces takes place via non-motile spore producing sporangies called. Zygomycesലെ asexual reproduction ഉണ്ടാകുന്ന non-motile സ്പോറുകൾക്ക് എന്ത് പേര് പറയാം? അപ്ലനോസ്പോർ. In Rhizopus, the hyphae connect the nodes from which rhizoids and sporangiophora is called. നമുക്കറിയാം സ്ട്രക്ചറിൽ 3 ടൈപ്പ് ഉണ്ട്, സ്റ്റോളൻസും റൈസോയിഡ്സും സ്പൊറാഞ്ചിയോഫോറും എന്ന് പഠിച്ച ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? സ്റ്റോളൻസ്. The cell wall of Zygomyces is primarily composed of Zygomyces cell wall നിർമ്മിച്ചത് കൈറ്റിനും കൈറ്റോസാനും കൊണ്ടാണ്. The hyphae in Mucor are characterized as മ്യൂക്കറിന്റെ പ്രത്യേകത സീനോസൈറ്റിക് ആൻഡ് അസെപ്റ്റേറ്റ്. കാരണം ഇത് രണ്ടും വരുന്ന ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും സൈഗോമൈസ് അല്ലെങ്കിൽ ഫൈക്കോമൈസിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ആ ക്യാരക്ടർ എപ്പോഴും സീനോസൈറ്റ് അസെപ്റ്റേറ്റ്. നേരത്തെ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. Which of the following sexual spore is produced by Mucor? Mucor producing sexual reproduction സ്പോറുകൾ ഇതിനകത്ത് നോക്കുക. അസ്കോസ്പോർ ആണോ, ബെസിഡിയോസ്പോർ ആണോ, സൈഗോസ്പോർ ആണോ, സൂസ്പോർ ആണോ? സെക്ഷൽ സ്പോർ വരുന്ന മ്യൂക്കർ വരുന്നത് സൈഗോമൈക്കോട്ടിനാണ്. സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പേര് വന്നത് ഇപ്പൊ സൈഗോസ്പോർ ആണ് ആൻസർ. Mucor species are commonly referred to as pin molds. Phylobolus is popularly known as. Phylobolus പേര് ഡങ് ഫംഗസ് എന്നോ അല്ലെങ്കിൽ ഷോർട്ട് ഗൺ ഫംഗസ് എന്നോ ക്യാപ്ത്രോൺ ഫംഗസ് എന്നോ പേരിൽ അറിയപ്പെടുന്നു. Phylobolus belongs to the order. ഏത് ഓർഡർ? സൈഗോമൈസിലെ ഏത് ഓർഡറിലാണ് പൈലോബോളസ് വരുന്നത്? മ്യൂക്കോറൈൽസിലാണ്. അതിൽ തന്നെയാണ് മ്യൂക്കറും റൈസോപ്പസ് ഒക്കെ വരുന്നത്. പൈലോബോളസ് ഇസ് ആൻ ക്യാരക്ടറിസ്റ്റിക് ഇൻഹാബിറ്റൻസ് ഓഫ്. സാധാരണ പൈലോബോളസ് കോപ്രോഫിലസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് ചാണകം പോലുള്ള അനിമൽ ഡങ്സിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ഡങ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ കോപ്രോഫിലസിലാണ് കാണുന്നത്. Which group of fungi commonly called algal fungi? Algal fungi എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പഴയ പേര് ഫൈക്കോമൈസിസ്, പുതിയ പേര് മാസ്റ്റിഗോമൈക്കോട്ട. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ 1 മൈക്കോളജിയിലെ കുറച്ച് ടോപ്പിക്കുകളുടെ റിവിഷനാണ് ചെയ്തിരിക്കുന്നത്. 100ഓളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസും ആ പോയിന്റ് വെച്ച് പഠിക്കുക. ബാക്കി മൈക്കോളജി ടോപ്പിക്കിന്റെ റിവിഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.